ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ മക്കൾക്ക് വെക്കേഷനൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ? അതുപോലെ ഞാനും വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവൾ താമസിക്കുന്ന നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ ഒരു പാർക്കുണ്ട്, കുമ്മിണിപ്പറമ്പ് ഒരു പാർക്കുണ്ട്, മേരി വേൾഡ് എന്ന് പറഞ്ഞാൽ ഫാമിലി പാർക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാർക്ക് ബീച്ച് എന്നൊക്കെ കേട്ടാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ആ പാർക്കിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പാർക്കുള്ളത്. മേരി വേൾഡ് എന്നാണ് പേര് കേട്ടോ. അത്യാവശ്യം റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഫാമിലി ആയിട്ട് നല്ലപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു രീതിയിലുള്ള പാർക്കാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഈ ടൈം വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് മക്കളും അതുപോലെ എല്ലാവരുമായിട്ട് വന്നിട്ട് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു പാർക്കാണ്. മക്കൾക്കും സന്തോഷമാവും, അതുപോലെ നമുക്കും സന്തോഷമാവും. അപ്പോൾ കുമ്മിണിപ്പറമ്പാണ് കേട്ടോ ഈ പാർക്കുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, കുഞ്ഞിച്ചൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കിവിടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങളെന്താ ചുറ്റി നടന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. കാരണം അത്യാവശ്യം വ്യൂ ഒക്കെ നമുക്ക് കണ്ട് കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റിയ കുറേ വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ പാർക്കിൽ. അതുപോലെ ഷോപ്പുകളും എല്ലാം ഉണ്ട്, അത്യാവശ്യം എല്ലാ സെറ്റപ്പും തന്നെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോലെ കാണാം. എന്താ പറയുക, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജാണ് കാണുന്നത്. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. കാരണം നമ്മൾ വയനാട്ടിലൊക്കെ പോയിട്ടുള്ളത് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. ഇത് നല്ല എന്താ പറയുക നീളമുണ്ട്, അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് നേരം ടൈം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുവരെ അപ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ വീഡിയോസും അതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ബർഗറും എന്തൊക്കെ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വല്ലൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ്. അവൾക്ക് എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസ് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പാവം എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങിക്കൊടുക്കും. അപ്പോൾ അവൾ ആദ്യം എനിക്കാണ് കേട്ടോ തന്നെൻ്റെ കുട്ടി. അപ്പോൾ എന്താ പറയുക, ഞാനും കഴിച്ച് നോക്കി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ സോസും മയോണൈസൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വാങ്ങി, നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ. എന്താ പറയുക, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനമൊന്നുമല്ല, എന്നാലും അങ്ങനെ സോസൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടേക്ക് താഴേക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക രസമാണ് കേട്ടോ. കുറേ നേരം നമ്മൾ നോക്കി നിന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് മക്കളെന്താ പറയുക, വലിയ ആളെ പോലെ ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അവരൊന്ന് മാറി തരുന്നൊന്നുമില്ല. ഞങ്ങൾ ചോദിച്ചു ഒന്ന് ഫോട്ടോസ് എടുക്കട്ടെ, മാറിക്കൊണ്ടാന്ന്. അവർ മാറി തന്നൊന്നുമില്ല കേട്ടോ. അതേ ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടാണ്. ഐസ്ക്രീം സത്യം പറഞ്ഞാൽ എനിക്ക് വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനമല്ല ഐസ്ക്രീം. പിന്നെ എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റും കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്ത് ഈ തിന്നൽ തന്നെയാണ് വിചാരമുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ടല്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര വിശപ്പുണ്ടാവും. അതുപോലെ പുറത്തത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും പുറത്തത്തെ ഫുഡ് കഴിക്കാനായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ? ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്കും അല്ലുട്ടിക്കൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനത്തെ ഇതിൽ പെട്ടതാട്ടോ ഞങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സന്ധ്യ ആവാൻ തുടങ്ങിയിട്ടോ. കുറച്ച് നേരം വൈകിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ പാർക്ക് 8 മണി വരെ ഉണ്ട്. 8 മണിക്കാണ് ക്ലോസിങ് ടൈം കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി മെല്ലെ മുകളിലേക്ക് പോകുക. അവിടെയാണ് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് നല്ല മുകളിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇട്ടത്. ഭയങ്കര തല്ലുപിടി കേട്ടോ രണ്ടുപേരും, ഞാൻ ഓടിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ മിന്നുട്ടിയും അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അങ്ങനെ നടന്നതാണ് കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തി. മുകളിലെ ലൈറ്റും സെറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ മക്കളതിലൊക്കെ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിതരായിട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് നേരെ കൊണ്ടോട്ടിയിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി ടൗണിലെത്തിയപ്പോൾ ഏകദേശം കടകളൊക്കെ ഷോപ്പുകളൊക്കെ അടഞ്ഞു തുടങ്ങി. കാരണം ടൈം കുറച്ച് ആയിട്ടുണ്ടായിരുന്നു, 8:30-9 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താക്കി ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി നമ്മളെ കൊണ്ടോട്ടിയിൽ ഫേമസ് ആയിട്ടുള്ള അറേബ്യൻ മജിനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വന്നു കേട്ടോ. നല്ല മന്തിയാണ് അവിടുത്തെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അറബികളൊക്കെ കഴിക്കുന്ന പോലെ നമ്മൾ നിലത്ത് ഇരുന്നിട്ട് അതുപോലെ ടേബിളും അതുപോലെ സോഫയൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ പടിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള എന്താ പറയുക പ്രത്യേകത കേട്ടോ.
അപ്പോൾ ഞങ്ങളും അങ്ങനെ എന്താക്കി അവിടെ ഇരിക്കാമല്ലോ എന്നും പറഞ്ഞു. അവിടെ ബുക്കൊക്കെ ചെയ്യണം, പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്താക്കി അവിടെ നേരെ വന്നിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് വർത്തമാനം പറയാനും അതിലെന്തെങ്കിലും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അല്ലാതെ നമ്മളെല്ലാവരും ഇങ്ങനെ മുകളിൽ എന്താ പറയുക കസേരയൊക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കുള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി ചുറ്റുള്ളവരെ നോക്കിയിരുന്ന് വർത്തമാനം പറയാൻ നല്ല രസമാണ്. മക്കൾക്ക് കളിക്കാനും സുഖമാണ്. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങൾ എന്താക്കി കുറേ ചർച്ചയൊക്കെ ആയിരുന്നു. വിഷുവിന് എന്ത് ഡ്രസ്സ് എടുക്കണം, വിഷുവിന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് പ്ലാനിങ് ചെയ്തു. ഇവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷുവിന് അവിടെ പോവാം ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇളയമൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ പോകും അവർ. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിലുള്ള ഞങ്ങളെ സ്നേഹപ്രകടനം ഒന്നും നിങ്ങൾ കാണണ്ട കേട്ടോ. ഞങ്ങൾ അതുപോലെ തന്നെ അടിപിടി കൂടാറുണ്ട്. നല്ല അടിയും കൂടും, അതുപോലെ തന്നെ നല്ലോണം സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മന്തിയൊക്കെ വന്നു കേട്ടോ. ആഹാ, നല്ല പെരി പെരി മന്തിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മന്തിയൊക്കെ ഞങ്ങൾ എന്താ പറയുക വന്നപ്പോൾ അതൊക്കെ ഞങ്ങൾ സെർവ് ചെയ്തിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മന്തിയാണ്, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കഴിച്ചപ്പോൾ മനസ്സിലായി നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തിയായിരുന്നു കേട്ടോ. പിന്നെ അതിൽ റൈസൊക്കെ അവർ തന്നപ്പോൾ കുറവായിട്ട് തോന്നി. ഇപ്രാവശ്യം സെർവ് ചെയ്തവർ കുറച്ച് മോശം, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഫുഡ് നമ്മൾ മന്തി കഴിക്കാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. കാരണം റൈസൊക്കെ പറ്റ കുറവായിരുന്നു. അവരോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും വലിയ മൈൻഡൊന്നുമില്ല. ഇവർ സെർവ് ചെയ്ത ആൾക്കാർ വളരെ മോശമായിരുന്നു കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഫുഡ് എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പുറത്തെത്തി കഴിഞ്ഞപ്പം നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ് കേട്ടോ, വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോസ്. അപ്പോൾ ഇത് കൂടെ പോകുമ്പോൾ എല്ലാവരും ഇവിടെ കയറിയിട്ട് മന്തിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.